എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഇനിയും ഹദീസുകളിലേക്ക് വരാം. കാരണം ഹദീസുകളില്ലാതെ ഖുർആനില്ലല്ലോ. ഈ ഹദീസുകളിലേക്ക് വരാം. ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ്. ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ്. സഹീ ബുഖാരി വോള്യം 4 ബുക്ക് 54 ഹദീസ് 537. അതിൽ പറയുന്നത് എന്താണെന്നറിയാം? ഒരു ഈച്ച പാനീയത്തിലെങ്ങാനും വന്ന് വീണാൽ നിങ്ങൾക്ക് ആ പാനീയം കുടിക്കണം, എന്ത് ചെയ്യണം? ഈച്ച ആ പാനീയത്തിലേക്ക് മുക്കിയിട്ട് എടുത്തു കളഞ്ഞാൽ കുടിക്കണം. ഇത് ഹദീസിലുള്ളതാ. ഇതിന് അദ്ദേഹം ഒരു ന്യായീകരണം പറയുന്നുണ്ട്. അക്ബർ മൗലവി പറയുന്നത് ഇത് ശാസ്ത്രമാണെന്നാണ്. സംശയമുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് ഈച്ച ശാസ്ത്രം. അപ്പോൾ ഈച്ച മുങ്ങിക്കഴിഞ്ഞാൽ അതിന് തേച്ചു മുക്കിയെടുത്ത് കുടിക്കണം എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. അത് വളരെ ലൈഫായ ഹദീസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ തന്നെ എൻ്റെ ഡൗട്ട് ഇതാണ്, ഈച്ചയെ ഒരു ചിറകിൽ വലിച്ചെടുക്കാനുള്ള ഇതുണ്ടെന്നാണ് പറയുന്നത്. ഇത് മുക്കുമ്പോഴെന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ വീണ്ടും ഉള്ള കച്ചറ തേച്ചു അതിൽ പോവുക. പിന്നെ എവിടുന്നാണ് അത് വലിച്ചെടുക്കുക? അതൊന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരം. ഈച്ച വീണ് കഴിഞ്ഞ ഒരു സാധനം അത് കുടിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആള് കുടിക്കണമെങ്കിൽ അതൊന്ന് മുക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് മുക്കിയെടുക്കുന്നത് തന്നെ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ അത് ജ്യൂസ് അടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് കേവലം മുക്കിയെടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ വിഷയം. ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ ശമനമുണ്ട്. അത് വസ്തുതയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. വസ്തുതയാണോ എന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങൾക്ക് ബാക്ടീരിയ, രോഗഹേതുവായ ബാക്ടീരിയയെ വഹിക്കുന്ന ഈച്ചയുടെ ശരീരത്തെക്കുറിച്ച് ഈച്ചയുടെ അനാട്ടമി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഈച്ചയുടെ ശരീരത്തിൽ, ഈച്ചന്റെ മാത്രമല്ല ഏത് രോഗകാരണമായ വസ്തുവിനെയും വഹിക്കുന്ന ഏത് ജീവികളാണെങ്കിലും, ആ രൂപത്തിലുള്ള പരാതങ്ങളാണെങ്കിലും അവയുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉള്ളതുപോലെ തന്നെ ബാക്ടീരിയയെ നശിപ്പിക്കുവാൻ കഴിയുന്ന ബാക്ടീരിയ ഫേജസ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയയെ തകർക്കുന്ന വൈറസുകളുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പെൻസിലിൻ കണ്ടുപിടിച്ചല്ലോ, അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്ത്, ആധുനിക ശാസ്ത്രത്തിന്റെ ലോകത്ത് തന്നെ നിലനിന്നിരുന്ന ഒരു തെറാപ്പിയുടെ പേരാണ് ഫേജ് തെറാപ്പി എന്ന്. ഫേജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഏത് ബാക്ടീരിയയാണോ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു രോഗം ഉണ്ടായത്, ആ ബാക്ടീരിയയെ തിന്ന് നശിപ്പിക്കുന്ന ബാക്ടീരിയോ ഫേജസ് ഉണ്ട്. ചില വൈറസുകളാണ്, അല്ലെങ്കിൽ ചില ബാക്ടീരിയകൾ തന്നെ ആയിരിക്കും. ആ ഫേജസിനെ മനസ്സിലാക്കി ആ ഫേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയയെ ചികിത്സിക്കുന്നതിനാണ് ഫേജ് തെറാപ്പി എന്ന് പറയാം. അത് പെൻസിലിൻ കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ ആന്റിബയോട്ടിക്കുകളുടെ ലോകത്തേക്ക് നമ്മൾ പോയി. ഫേജ് തെറാപ്പി ആവശ്യമില്ലാത്തൊരു തലത്തിലേക്ക് പോയി. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത് ഒരാൾക്ക് പാനീയം ഈച്ച വീണ പാനീയം കുടിക്കൽ നിർബന്ധമായി തീരുകയാണെങ്കിൽ ആ പാനീയത്തിലേക്ക് ഈച്ച വീണ പാനീയമാണ് നിങ്ങൾ കുടിക്കുന്നത്, ആ പാനീയം കുടിക്കുന്ന ഒരാൾക്ക് അത് മുക്കിയെടുത്ത് പുറത്ത് കളഞ്ഞ് കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം റസൂല് കൃത്യമായി പറഞ്ഞു. അത് ഒരു ഈച്ചയുടെ ഒരു സ്ഥലത്ത് രോഗമാണെങ്കിൽ മറ്റേ സ്ഥലത്ത് രോഗത്തിനുള്ള പ്രതിവിധിയുണ്ട് എന്ന്. അത് വസ്തുതയാണ്, സത്യമാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മളതിനെ ഹദീസിനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് അത് ഈച്ചയെ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ. ജനാബ് എം അക്ബർ മൗലവി പറയുന്നത് ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ ഔഷധമാണെന്നാണ്. അതിനുള്ള രോഗശമനമാണ്. അതിന് ഫേജ് തെറാപ്പി എന്നാണ് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, ഫേജ് തെറാപ്പി എന്ന് പറഞ്ഞൊരു ഫേജ് തെറാപ്പി ഉണ്ട്. പക്ഷേ ഇനി അത് പറയട്ടെ, ഇനി ഈ ബാക്ടീരിയയെ സംസ്കരിച്ച് അതിൽ നിന്ന് ശാസ്ത്രം മുഖേന എടുത്താൽ മാത്രമേ ബാക്ടീരിയക്കുള്ള ഔഷധമായിട്ട് അത് മാറുകയുള്ളൂ. സംസ്കരിച്ചെടുക്കണം. പ്രകൃതിദത്തമായിട്ട് ഈച്ചയെ മുക്കിക്കഴിഞ്ഞാൽ അത് രോഗബാണുവാണെന്നാണ് എല്ലാ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളും പറയുന്നത്. അല്ല എന്നൊരു പുസ്തകം അദ്ദേഹം ഇവിടെ ഹാജരാക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. തന്നെയല്ല പ്രിയ സ്നേഹിതരെ, ബാക്ടീരിയ മാത്രമാണോ ഈച്ച വഹിക്കുന്നത്? മറ്റ് എന്തെല്ലാം രോഗാണുക്കളെ ഈച്ച വഹിക്കുന്നുണ്ട്.
മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ഈച്ച ഭരിക്കുന്നുണ്ട്. ഈച്ച വീണ പാനീയം മുക്കി കുടിച്ചാൽ നല്ലതാണെന്ന് കാണിക്കുന്ന ഒരൊറ്റ മെഡിക്കൽ സയൻസ് പുസ്തകം ഹാജരാക്കിയാൽ ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്. അങ്ങനെ ഒന്നില്ല. പ്രിയ സ്നേഹിതരെ, ഈച്ച വെള്ളമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. ഞാനത് ആകത്തില്ല. അങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മറിച്ച് ഇനിയുമുള്ളത് നിങ്ങൾ കേട്ടാൽ മതി. കേട്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചോ. ഞാൻ അതിനകത്ത് വ്യാഖ്യാനം ഒന്നും പറയുന്നില്ല. സഹീഹ് ബുഖാരി വോള്യം 7 ബുക്ക് നമ്പർ 71 ഹദീസ് നമ്പർ 591. കരിഞ്ജീരകം. കരിഞ്ജീരകം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. കരിഞ്ജീരകം മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ്. ഒറ്റമൂലിയാ. ക്യാൻസർ വന്നോ, കരിഞ്ജീരകം കഴിച്ചാൽ മതി. ഹാർട്ട് അറ്റാക്ക് വന്നോ, ഇനി നിങ്ങൾ കരിഞ്ജീരകം കഴിച്ചാൽ മതി. ഇത് ശാസ്ത്രമാണെന്നാണോ പറയുന്നത്? ആണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ മതി. ഉള്ള കാര്യം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ള ദൗത്യമേ എനിക്കുള്ളൂ. സഹീഹ് ബുഖാരി വോള്യം 8 ഹദീസ് നമ്പർ 794. ഒട്ടകമൂത്രവും ഔഷധമാണെന്നാണ് പറയുന്നത്. കരിഞ്ജീരകം, ഒട്ടകമൂത്രം, ഈച്ച മുക്കിയ പാനീയം, ഇതെല്ലാം വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ എത്രയും വേഗം ഇങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുകൾ അക്ബർ മൗലവി തുടങ്ങട്ടെ എന്ന് അദ്ദേഹത്തെ ഞാൻ ആശംസിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, അക്ബർ മൗലവി അവിടെ പറഞ്ഞു, സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് കരാർ ഞങ്ങൾ ചെയ്തതാണ്. സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കാണ് സമ്പാദ്യത്തിന് മറ്റു കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതെന്ന് ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അക്ബർ മൗലവിക്ക് ഞങ്ങൾ എഴുതിയ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് എഴുതിയ ഒരു കരാറ്, സൈൻ ചെയ്ത കരാറ് കൈവശമുണ്ടെങ്കിൽ ആ കരാറ് പ്രകാരം സമ്പാദനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ദയവായിട്ട് മാഗസിനിൽ ആ കരാർ ഏതാണെന്ന് പ്രസിദ്ധീകരിക്കുക. അക്ബർ മൗലവി സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിനോട് സമ്പാദനം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അക്ബർ മൗലവിക്കറിയാം. അക്ബർ മൗലവിക്കറിയാം അതൊരു കെണിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നറിയാം. നിങ്ങൾ പറയാം, നിങ്ങൾക്കങ്ങനെ പറയാം, പക്ഷേ അക്ബർ മൗലവി അത് പറയുന്നില്ലല്ലോ എന്ന്, അല്ലേ? തമിഴ്നാട് തൗഹീദ് ജമയത്ത് എന്ന് പറഞ്ഞ അവിടെ 7 ലക്ഷം മുതൽ ഏതാണ്ട് 10 ലക്ഷം, 7 ലക്ഷം എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് അഭിപ്രായ പ്രകാരവും അവരുടെ അഭിപ്രായ പ്രകാരം 10 ലക്ഷമുള്ള ഒരു ജമയത്ത്, അതായത് ഇസ്ലാമിക് ഡിനോമിനേഷൻ്റെ തലവനുമായിട്ട് 4 ദിവസം ഞങ്ങൾ സമ്പാദനം ചെയ്തു. 2 ദിവസം സമ്പാദനം ചെയ്തത് അവരുടെ മോസ്കിനുള്ളിൽ നിന്നാണ് സമ്പാദനം ചെയ്തത്. ആ പണ്ഡിതനുമായിട്ട് സമ്പാദനം ചെയ്ത് ആ പണ്ഡിതൻ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമ്പാദനം ചെയ്യാൻ വേണ്ടി വന്ന മുസ്ലിം മറ്റൊരു വേദിയിൽ തമിഴ്നാട്ടിൽ പറഞ്ഞു അവർ ഈ കരാർ എഴുതിയതിന് ശേഷം കേരളത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ്റെ 4 പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ചു. ഒരു മുസ്ലിം പണ്ഡിതൻ്റെ 4 പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ചു. 4 പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ച ശേഷം അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കെണിയിൽ അകപ്പെട്ടു പോയത്? സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് എന്തിനാണ് ഒരു സംവാദത്തിന് നിങ്ങൾ പോകുന്നത്? മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഇവർ കരാർ നേരത്തെ ചെയ്തതാണ്. ഇവർ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് കേരളത്തിലും ഇദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തതാണ്. ആ പണ്ഡിതൻ്റെ ആൾക്കാരാണ് പോകുന്നത്. അത് അക്ബർ മൗലവിയുടെ ആൾക്കാർ തന്നെയാണ്, അതിൽ സംശയിക്കാനൊന്നുമില്ല. ഇത് മുസ്ലിമാണ് പറയുന്നത്. ചെന്നിട്ട് പറഞ്ഞു, അവർ ഈ ഹദീസുകളൊക്കെ കോട്ട് ചെയ്യും. പാൽക്കുടി ഹദീസ് അതെനിക്ക് പുറത്ത് പറയാൻ തന്നെ ലജ്ജയായിട്ടുള്ളൊരു ഹദീസാണ്. അതേപോലുള്ള ഹദീസുകൾ കോട്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞ് നിങ്ങൾ ആ ഹദീസ് അങ്ങ് തള്ളിക്കളയണം. ഞങ്ങൾ ആ ഹദീസുകളൊക്കെ തള്ളിക്കളയും. ഹദീസുകളൊക്കെ നമ്മളങ്ങ് തള്ളിക്കളയും. അവർ തള്ളിക്കളയും. അത് അവരുടെ വിശ്വാസമാണ്. ഇത് വെറുതെ അങ്ങ് തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയേണ്ടതായിട്ട് ഒരു വചനവും നമുക്ക് ദൈവം തന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും തെളിവെന്താ? ഇത് തമിഴിലൊരു ക്ലിപ്പാണ്. തമിഴ്നാട്ടിൽ ഈ മുസ്ലിം പ്രസംഗിച്ചതാണ്. അക്ബർ മൗലവി സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് എന്തിനു വരുന്നില്ല എന്ന് ഒരു മുസ്ലിം തന്നെ പറയട്ടെ. நாம இந்த கிறிஸ்தவர்களோடு விவாதம் பண்றதுக்கு ஒப்பந்தம் போட்டதுக்கு பிறகு கேரளாவில இருந்து சில பேர் வந்திருந்தார்கள். அங்க இருக்கிற ஒரு பெரிய ஸ்காலரோடு இதே அமைப்பை சார்ந்த கிறிஸ்தவர்கள் விவாதத்திற்கு ஒப்பந்தம் கூட போட்டிருந்திருக்கிறார்கள் ஏற்கனவே கடந்த காலத்துல. அந்த அமைப்பை சார்ந்த சில பேர் சென்னையில் நம்மளை சந்திச்சு நம்மகிட்ட வந்து கேட்கிறாங்க, என்னங்க இப்படி வசமா மாட்டிக்கிட்டீங்க?
நம்ம மாட்டிக்கிட்டோமா அவங்கள்ட்ட? யாரு? கிறிஸ்தவர்களிடத்துல நம்ம மாட்டிக்கிட்டோமா? யாரையா மாட்டினா? நம்ம இடத்துல அவன் வந்து மாட்டி இருக்கிறான். இவ்வளவு நாள் ஊருக்குள்ள பீலா விட்டுக்கிட்டு இருந்தான், துரத்தி பிடிச்சி ஆளை உட்கார வச்சிருக்கிறோம், நம்ம மாட்டிக்கிட்டோமா? அவன் சொல்றான், அந்த ஆளு சொல்றாரு, நீங்க போய் உட்கார்ந்தீங்கன்னா அவர் இந்த பால்குடி ஹதீஸ போடுவாரு, என்ன செய்விய? அதைத்தானடா வருஷ காலம் பூரா பொய்ன்னு சொல்லிக்கிட்டு இருக்கிறோம். நீயும் பொய் என்று சொல், உன்னாலும் தைரியமாக விவாதிக்க முடியும். உண்மைன்னு சொன்னா அடக்கி பொத்திக்கிட்டு தான் போகணும். வேணாம்பா, வாயை திறக்க வேண்டாம், மாட்டிக்கிட்டா வம்பு. அதனால தானே வாய் பொத்துறீங்க. வேற எதற்கு நீங்கள் மௌனம் காக்கிறீர்கள்? உங்களிடத்திலே 100% சத்தியம் இருக்கிறது என்று தெளிவான நம்பிக்கை இருந்தால் உங்களாலும் விவாத களத்திலே அத்தனை பேரையும் சந்திக்க இயலும். சந்திக்க முடியாமல் போனதை காட்டுகிறது உங்களிடத்திலே அசத்தியம் இருக்கிறது, பலகீனம் இருக்கிறது, இயலாமை இருக்கிறது. ഇത് ചെന്നൈയിലെ മുസ്ലിം പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല. എം അക്ബർ മൗലവിയുടെ 4 ആൾക്കാർ അവരോട് പോയി പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും സാക്ഷിയുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകടകരമാകും. ഈ മൗലവിയാണ് സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്ക് ഇഷ്യൂ ഓഫ് ട്രൂത്തുമായിട്ട് തിരുവല്ലായി വെച്ച് തന്നെ സംവാദത്തിന് തയ്യാറാണ്. ബൈബിളും ഖുറാനും എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ്. ഹസ്രത്ത് മുഹമ്മദും യേശുക്രിസ്തുവും എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് നമുക്ക് പ്രസംഗിക്കണ്ട, സ്നേഹത്തോട് ഒരു വേദിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാമല്ലോ. എം അക്ബർ മൗലവി തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. പക്ഷേ എന്താ കാരണമെന്നറിയാമല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് പോട്ടെ. യേശുക്രിസ്തുവിൻ്റെ ദൈവികത. ഈ ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട്, അത് ഞാൻ പുറകെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് സംവാദം ചെയ്തു കഴിഞ്ഞ ശേഷം ഇന്ന് അവർക്കവിടെ നിക്കപ്പൊറുതിയില്ല ബാക്കി മുസ്ലിംസിൻ്റെ. അദ്ദേഹത്തോട് തന്നെ ബാക്കിയുള്ള മുസ്ലിംസ് ചോദിച്ചു, നിങ്ങൾ ഈ ക്രൈസ്തവരുടെ അടുക്കൽ പോയിട്ട് ഹദീസ് തെറ്റാണെന്ന് സമ്മതിക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് സംവാദത്തിന് പോയതാണ്? സംവാദത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. തെറ്റാണെന്ന് നിങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് സംവാദത്തിന് പോകുന്ന എന്ന് പറഞ്ഞ ക്ലിപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇല്ലെന്നാരെങ്കിലും പറയുകയാണെങ്കിൽ ക്ലിപ്പുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഈ മുസ്ലിം പണ്ഡിതന്മാർ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. മുസ്ലിം പണ്ഡിതന്മാർ പരസ്യമായിട്ട് പറഞ്ഞാണ് ഇവരെന്തിനാണ് ഈ ക്രിസ്തവരോട് സംവാദത്തിന് പോയത്, ക്രിസ്തവരോട് സംവാദത്തിന് പോയിട്ട് അവർ സമ്മതിച്ചിട്ട് പോകുന്നു ഇത് തെറ്റാണ്. അക്ബർ മൗലവി വന്നാൽ ഹദീസ് മാത്രമല്ല ഖുറാനും ചിലപ്പം തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് ആ ഭയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് സംവാദം ചെയ്യുന്നത്. സംവാദം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വേദിയിൽ കാണാം, അതിന് ഞങ്ങൾ തയ്യാറാണ്. അക്ബർ മൗലവി ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞ കരാർ ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്.